അല്ലെങ്കിൽ പുറത്ത് കാണുന്ന ഭയാനതകൾ കണ്ടു നോക്കുമ്പോൾ ഇതിനേക്കാളും സുഖം ആ കിടക്കുന്ന ഖബറായിരുന്നു. സംഗതി ശിക്ഷക്കുണ്ടെങ്കിലും ഇനി കാണാൻ പോകുന്ന തീവ്രമായ വിഷയങ്ങളാണ്, സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതായിരുന്നു നല്ലത്. അപ്പൊ അവിടെ മറുപടി കൊടുക്കാണ്, ഇത് റഹ്മാനായ റബ്ബ് സത്യമായി പറഞ്ഞ, മുർസലീങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ സത്യമായ കാര്യമാണ്, പുനർജീവിതമാണ് നടന്നിരിക്കുന്നത്. ഒരൊറ്റ പ്രഖ്യാപനം, രണ്ടാമത്തെ വിളിയില്ല, ഒരൊറ്റ വട്ടേ വിളിക്കുന്നുള്ളൂ. എല്ലാ മനുഷ്യന്മാരും, എല്ലാ ജീവജാലങ്ങളും, എല്ലാ മൃഗങ്ങളും എല്ലാവരും നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു പോയി. ഒരാളും വരാത്തതില്ല. സഹോദരങ്ങളെ, ആ സൂറിൽ ഊതുന്ന സമയത്ത് മുസ്ലിങ്ങളെ ഇനിയൊരു പ്രത്യേക ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ ആ ഭാഗം പൂരിപ്പിക്കുകയാണ്. നല്ല ശ്രദ്ധയോടെ കേൾക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സൂറിൽ ഊതപ്പെടുന്ന സമയത്ത് വിവിധ വിഭാഗങ്ങളായിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ആ വിവിധ സംഘങ്ങളായി വരുന്നത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. ഇവിടെയും പറഞ്ഞില്ലേ, ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഫഇദാഹും മിനൽ അജ്ദാസി, അവരവരുടെ കുടിമാടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, റബ്ബിലേക്ക്, യൻസിലൂൻ, ദ്രുതഗതിയിൽ നടന്നു നീങ്ങുന്നവരാണ്, വേഗത്തിൽ നീങ്ങുന്നവരാണ്, പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നവരാണ്. ആരും ആരെയും കാത്തു നിൽക്കൂല. ഒരേ ഖബറിൽ കിടക്കുന്ന വാപ്പയും ഉമ്മയും മക്കളുമാണെങ്കിലും, ഒരേ ടെന്റിന്റെ ഉള്ളിൽ കഴിഞ്ഞവരാണെങ്കിലും, ഉമ്മ വരട്ടെ എന്ന് കരുതിയിട്ട് വാപ്പയോ, വാപ്പയും ഉമ്മയും വരട്ടെ എന്ന് കരുതിയിട്ട് മക്കളോ, ഒരാളെയും കാത്തു നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് റബ്ബിലേക്ക് നീങ്ങുകയാണ്. അപ്പോകുന്ന പോക്കിനെ പറ്റി ഒന്ന് പഠിക്കണം. അവിടെ നല്ല രൂപത്തിൽ അന്തസ്സോടെ പോകണം. വികലാംഗരായി പോകരുത്. എങ്ങനെയാ നബിയെ ആ വരവ്? അത് ചോദിച്ചപ്പോഴേക്ക് ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, മുആദ്, യുഹ്ശറു അശ്റത്തു അസ്നാഫിൻ മിൻ ഉമ്മത്തി അഷ്താതാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ 10 രൂപത്തിലായിട്ട് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ വേറെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. അവരെ കോലം അല്ലാഹു മാറ്റിയിരിക്കുന്നു. ചിലര് കുരങ്ങന്മാരെ കോലത്തിലാണ്, ചിലരോ പന്നികളുടെ കോലത്തിലാണ്, ചിലരോ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കീമേലായി മറിക്കപ്പെട്ട രൂപത്തിൽ, തലഭാഗം താഴോട്ടും കാൽഭാഗവും കൈഭാഗവും മേലോട്ടുമായിട്ട് പോകുന്നവരുണ്ട്. മറ്റു ചിലര് മുഖങ്ങളുടെ മേൽ നീന്തുന്നവരുണ്ട്. നടക്കുകയല്ല, കൈകുത്തിയിട്ട് മുഖത്തിന്റെ മേലെ നീന്തിയിട്ടാണ് അവര് പോകുന്നത്. വേറൊരു കൂട്ടം ആളുകള് കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞു പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു വിഭാഗം കാത് കേൾക്കാതെ സംസാരശേഷിയില്ലാതെ നീങ്ങുന്നവരുണ്ട്. മറ്റൊരു വിഭാഗമോ നാവ് മുഴുവനും താഴോട്ടിങ്ങനെ തൂക്കിയിട്ടിട്ട് അതിലൂടെ ചീഞ്ചലം ഇങ്ങനെ ഒഴുകിയിട്ട് കാണുന്നവരൊക്കെ അറപ്പോടെ വെറുപ്പോടെ നോക്കി തള്ളിയിട്ട് അങ്ങനെ പോകുന്നൊരു വിഭാഗമുണ്ടേ. വേറൊരു വിഭാഗം കൈകാലുകൾ മുറിക്കപ്പെട്ട രീതിയിൽ പോകുന്നവരാണ്. 7-8ാമത്തെ വിഭാഗം തീക്കൊള്ളിയാണ് അവരെ ശരീരത്തിൽ തറച്ചിരിക്കുന്നത്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വരുമ്പോഴുള്ള രൂപമാണ്. ഒരുപാട് ഇമാമിങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. തീക്കൊള്ളിയുടെ മേല് നാട്ടി നിർത്തിയിട്ട് ആ രൂപത്തിൽ പരലോകത്തേക്ക് വരികയാണ്. 9ാമത്തെ വിഭാഗം ശരീരം വല്ലാതെ ദുർഗന്ധം വമിക്കുന്നു. അടുത്തു പോകുന്നവരൊക്കെ മാറി മാറി പോവുകയാണ്. തല മുതൽ കാല് വരെ ദുർഗന്ധവാസനയാണ്. 10ാമത്തെ വിഭാഗമോ തൊലിയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന രൂപത്തില് നല്ല കട്ടിയുള്ള ടാറിന്റെ വസ്ത്രം ധരിച്ച് ചൂട് സഹിക്കാൻ കഴിയാതെ കിടന്ന് ഉരുകി മറിഞ്ഞങ്ങനെ നീങ്ങുന്നു. 10 തരം ആളുകൾ. ഒന്നിലും നമ്മൾ പെടരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
10 ഭൂമിയിൽ 10 കോലത്തിൽ ജീവിക്കുന്നവരാണ്. അതിലേതെങ്കിലും ഒന്നിൽ പെട്ടുപോയ ആളുകളാണ് നമ്മളെങ്കിൽ ഈ നിമിഷം മാറണം. നാളേക്ക് ബാക്കി നിൽക്കരുത്. ഒരുപക്ഷെ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി ആയിരിക്കും നമ്മുടെ അന്ത്യം. എപ്പോഴും ആകാം. മരിച്ചിട്ട് ഖബറിൽ അങ്ങോട്ട് പോകുമ്പോ ഹൈ പവർ ഉള്ള ആളുകളൊക്കെ വാഹനത്തിലെന്ന് നീളം ഖബറും പുറത്ത് വന്നിങ്ങനെ നിൽക്കും വാഹനം. ചിലരൊക്കെ ഓടിപ്പോകും അന്തസ്സോടെ, ചിലർ 2 കൈയും വീശി നല്ല സന്തോഷത്തോടെ നടന്നു പോകും. ആത്മാഭിമാനത്തോടെ പോകാൻ കഴിയും. നല്ല നല്ല മഹാന്മാരൊക്കെ പോകുന്ന പോക്ക് എന്തൊരു സന്തോഷത്തിന്റെ പോക്ക്. അവരിൽ ആരിലെങ്കിലും നമ്മൾ ഇടം നേടണം. ഈ പറഞ്ഞ ഹതഭാഗിൽ ഏതാരും പെടരുത്. ഒന്നാമത് പറഞ്ഞ കുരങ്ങന്റെ രൂപത്തിൽ പോകുന്നവരാരാണ്? കുരങ്ങന്മാരുടെ രൂപത്തിൽ പോകുന്നവര് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ, കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ, അയൽവാസികൾ തമ്മിൽ തെറ്റിക്കാൻ നമീമത്ത് പറയുന്നവരാ. സഹോദരങ്ങളെ, നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ സംസാരത്തിന് തീ കൊടുക്കുക. ഒരു ഭാഗത്തും മറ്റേ ഭാഗത്തും തീ കൊടുത്തുകൊണ്ട് നടുവിൽ പിടിക്കുന്ന സ്വഭാവമല്ലേ? തെറ്റിക്കാണുമ്പോ മാറി നിന്ന് ചിരിക്കുന്ന ഒരു സ്വഭാവമില്ലേ? അതിനാണ് നമീമത്ത് എന്ന് പറയുന്നത്. വലിയൊരു രോഗമാണത്. ഒരാളും നമ്മുടെ കാരണം കൊണ്ട് ഒരു ഫസാദിൽ പെട്ടുപോകരുത്. നമ്മുടെ സംസാരം കൊണ്ടൊരു ബന്ധവും തകർന്നു പോകരുത്. ഇല്ലാത്തത് പറഞ്ഞിട്ടാണെങ്കിലും ഒരാളുടെ ഖൈറും മുടക്കി പോകരുത്. ജനങ്ങളിൽ നിന്ന് ഏഷണിക്കാരായ ആളുകള്, അവരെ കോലം അല്ലാഹു മാറ്റിപ്പോയി. ജീവിച്ചത് മനുഷ്യരൂപത്തിലാണ്, ആഖിറത്തിലേക്ക് വരുന്നതോ സാക്ഷാൽ കുരങ്ങന്റെ രൂപത്തിലാ. അപ്പൊ ആർക്കും മനസ്സിലാകൂല നിങ്ങൾ കരുതിയോ? മുഖം കണ്ടാലൊക്കെ മനസ്സിലാകും കേട്ടോ. ആ മുഖത്തിന്റെ ഷേപ്പ് കണ്ടാൽ ആര് ആളാടാണെന്ന് തിരിയും. മഹ്ശറിലേക്ക് എത്തിയാലും ആരാണ് ആളെന്ന് തിരിയും. അതുകൊണ്ട് നമീമത്തിൽ നിന്ന് മാറി നിൽക്കണം. വഅമ്മല്ലദീന അലാ സൂറത്തിൽ ഖനാസീർ, പന്നികളെ രൂപത്തിൽ വരുന്നവരാരാണ്? ഏറ്റവും അഴുക്കുചാലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ജീവിയാണ് പന്നി അല്ലേ? നല്ല ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നല്ലതിന് പറ്റില്ല. ഇവിടെ ഏറ്റവും മോശപ്പെട്ട സമ്പാദ്യം സമ്പാദിക്കുന്ന ആളുകളാണ് പന്നിന്റെ കോലത്തിൽ വരുന്നത്. ചൂഷണത്തിന്റെ മാർഗങ്ങളിലൊക്കെ സമ്പത്ത് തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടങ്ങനെ നല്ല നല്ല കുശാലായി ജീവിക്കും. അറബി എത്തിങ്ങാനയിലായാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതം നന്നാകണമെന്ന് ചിന്തിക്കും ചിലർ. അങ്ങനെ അറബിനെ എത്തിങ്ങാനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് പോലും ചിലർ മുപ്പരെത്തിങ്ങാന എന്നുണ്ട്. എന്തെല്ലാം ആൾക്കാർ ഒരു ചെറിയ പൊടി കിലോഗ്രാം കണക്കിന് വിറ്റാൽ മതി, കോടിപതിയാകാം ഒരു ദിവസം കൊണ്ട്. മാസമൊന്നും വേണ്ട. എന്തിനാ വെറുതെ 10 അല്ലെങ്കിൽ 20 ഗൾഫിൽ പോയി എത്തുവാനൊക്കെ ഒറ്റ ദിവസം കൊണ്ട്. ഹറാമൊക്കെ അതൊക്കെ പിന്നെ തോബ ചെയ്ത് മടങ്ങിയാ പോലെ, നന്നായാ പോലെ. ഹറാമായ മേഖലയുടെ പണം സമ്പാദിക്കുന്നവർ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും ഒരു നയാകാശം ഉണ്ടാക്കരുത്. അള്ളാഹു തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് തരുന്ന ചെറുതാണോ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം. അള്ളാഹ് ഹറാമാക്കിയ സമ്പാദ്യങ്ങൾ എത്രയാ ലോകത്ത്, എത്ര പേരാ അതിന് കൂട്ടുനിൽക്കുന്നതും വാങ്ങുന്നതും സ്വീകരിക്കുന്നതും യാതൊരു പ്രശ്നവുമില്ലാതെ. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അത് സ്വീകരിക്കുന്നതിൽ കൊണ്ടുനടക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ബാപ്പാന്റെ അനന്തര സ്വത്താണ്. പക്ഷെ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ആകെ ഒരു കുട്ടിക്ക് ശരിക്ക് നല്ല വയസ്സായിട്ടുള്ളൂ. ഒരു കുട്ടി മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ അഞ്ചന്മാരാണ്. അപ്പൊ ബാപ്പയിൽ നിന്നൊരു എഴുത്തൊക്കെ വാങ്ങി ഒപ്പക്കടിച്ച്, ബാപ്പാക്കറിയില്ലല്ലോ എന്തിനാണ് എഴുത്ത് ഒപ്പുന്നൊക്കെ, മൊത്തം കൈക്കലാക്കിയിട്ട് ബാക്കിയുള്ള അഞ്ചന്മാരോടൊക്കെ പറഞ്ഞു, ആ സ്വത്തൊക്കെ ബാപ്പ എനിക്ക് ഹയാത്ത് കാലത്ത് തന്നിട്ടുണ്ട്. രേഖത, ദുന്യാവിലെ രേഖ, ആധാര കാണിച്ചു കൊടുക്കുന്നത്. ആഖിറത്തിൽ അത് കാണിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? 5 മക്കൾക്കും കൂടിയുള്ള വിഹിതമാണ് ഒരാൾ കൈക്കലാക്കിയിരിക്കുന്നത്. ഇതിന്റെ വേറെന്താ? ഹറാമല്ലേ സഹോദരങ്ങളെ ഇത്?
ബാക്കി 4 ആൾക്കാരുടെ വിഹിതം ഇല്ല, എനിക്കത് ബാപ്പ തന്നു എന്നല്ലേ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൂഷണല്ലേ നടത്തിയത്? ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരല്ലേ തിരിച്ചു വരുന്നത്? ഞാനത് എണ്ണിയാൽ തീർക്കാൻ കഴിയില്ല, അതിന് വേറെ തന്നെ ഒരു ദിവസം വേണം. കല്യാണം കഴിച്ചു, നമ്മളെ നാട്ടിൽ നിന്നൊരാൾ കല്യാണം കഴിച്ചു എന്ന് കൂട്ടിക്കോളൂ. സംഗതി വശാൽ ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ല. ഇവര് രണ്ടുപേരും ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അത് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവിന്റെ കുടുംബം പറയുന്നു, ഞങ്ങൾ 20 പവനാണ് മഹർ കൊടുത്തത്, 1 ഗ്രാമും കുറയാതെ തന്നാലേ ത്വലാഖിന് സമ്മതിക്കൂ. ഈ വാങ്ങുന്ന പണത്തിന്റെ പേരെന്താണെന്നറിയോ? ഹറാമാണ്. ഒരൊറ്റ പ്രാവശ്യം ശറഅ് പറഞ്ഞ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തിയോ, കൊടുത്ത മഹറിൽ നിന്നൊരു ഗ്രാം പോലും, 1 മില്ലിഗ്രാം പോലും, 1 തരി പോലും ത്വലാഖ് ചെല്ലുന്ന ഭർത്താവിനോ, ഭർത്താവിന്റെ ബാപ്പക്കോ, ബാപ്പന്റെ ബാപ്പക്കോ അവകാശമില്ല, ചോദിക്കാൻ പറ്റൂല. കടുത്ത തെറ്റാകുന്നു. ഒപ്പുവെക്കണമെങ്കിൽ അത് തന്നേ പറ്റൂന്നാ പറയുന്നത്. ഉപദേശിക്കുന്ന ഉസ്താദിനോട് പറയുന്നു, ഹറാമൊന്നും ഞങ്ങൾക്ക് നോക്കണ്ടേയില്ല. സുബ്ഹാനല്ലാഹ്, അപ്പത്തേക്കന്നെ ആളെ വിശ്വാസം പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ കുടുങ്ങിയ ഘട്ടങ്ങൾ എത്ര നമ്മളിങ്ങനെ ആലോചിച്ചു പോയി. പഠിച്ചോനെ, എങ്ങനെയാണ് കിതാബിലൊക്കെ പറയലുണ്ട് ഹറാമിനെ ഹലാലായി കാണാൻ? അതിന്റെ നേരെ രൂപ. പ്രായം ചെന്ന 60-75 വയസ്സായ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങളെ മകന് ആ പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ട് 3 മാസക്കാലത്തെ ജീവിതത്തിൽ. നിങ്ങളെ മകനും അത് പറഞ്ഞിട്ടുണ്ട്, അവളും അത് പറഞ്ഞിട്ടുണ്ട്. ഇക്കൊടുത്ത പവനിൽ നിന്ന് ഒരൊറ്റ നിങ്ങൾക്ക് അവകാശപ്പെടൂല. ഹറാമാണോ വാങ്ങുന്നത്? ഹറാമൊക്കെ ആയിക്കോട്ടെ ഉസ്താദെ, അത് നിങ്ങൾ തന്നിട്ടെങ്കിലും ഒപ്പിടുള്ളൂ, അല്ല ഒപ്പിടൂല. അങ്ങനെ ഉണ്ടാവസ്ഥ. ആ കുട്ടിക്ക് വേറൊരു വിവാഹം ചെയ്യണ്ടേ? അവിടെയാണ് നമ്മളെ ഉശിരി, അവിടെയാണ് നമ്മളെ കാരണോത്രം സ്ഥാനം മുന്നോട്ട് വരുന്നത്. അല്ലേ? സമ്പാദ്യം ഏതാ മുതല്? അവിടെയാണ് ശ്രദ്ധിക്കാൻ കഴിയാൻ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വെറുപ്പൊന്നും കരുതണ്ട, കരുതിയാൽ കുഴപ്പമൊന്നുമില്ല, പറയണം. അവകാശപ്പെടാത്തൊരൊറ്റ സംഗതിയും സ്വീകരിക്കരുത്. അത് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി, വേറെ ഏത് വകുപ്പിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി. കേരളത്തിന്റെ കണക്കിനനുസരിച്ച് കാർഡ് ഇവിടെ എത്ര 3 റേഷൻ കാർഡ് എത്ര കളറിലുള്ള? ആർക്കും റേഷൻ കാർഡ് ഇല്ല. ഞാൻ 3 കളറാ? അല്ല, ഇനി വരുന്ന എളുപ്പമുള്ള 3 അല്ലേ? 3 എണ്ണം. എന്നെ കണക്കൊന്നും അറിയുന്നത് 3 എണ്ണം. ഈ 3 കളറിൽ ഏറ്റവും തോന അരി കിട്ടുന്ന മഞ്ഞ, ചോപ്പ്. എല്ലാവർക്കും അത് കിട്ടണം. അപ്പൊ ഫോമ് പൂരിപ്പിക്കാനും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരുന്ന വിദ്വാനോട് തനിച്ച ഹറാമ് സമ്പാദിച്ച് മക്കളെ പോറ്റിന്റെ മക്കളെ കുറ്റം കിട്ടതാവും. ഉസ്താദേ ദ്വാരക്ക് ഓലൊക്കെ എങ്ങനെ ആയിട്ട് പറയുമ്പോ ദ്വാരക്കാനാകൂല, എല്ലാത്തിനും ദ്വാരക്ക് അവർ പണിയൊന്നുമില്ലേ? നിങ്ങൾ ആദ്യം കൊടുത്ത ഏതാ ഭക്ഷണം? നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ? അല്ലേ? അള്ള തന്ന വരുമാനം മൂടി വെച്ചിട്ട് വാർഷിക വരുമാനം 3000 എഴുതി കൊടുക്കുക, എന്നാ കിട്ടുന്നത്. തൽക്കാലം കാറും ഈ ഏക്കർ കണക്കിന് ഭൂമിയും ഇതൊക്കെ വേറൊരാളെ പേരിലേക്ക് എഴുതി മാറ്റി. എന്തിന്? ഈ മാസപ്പടി കിട്ടുന്ന അരികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടേത് തന്നെയാണ് താൽക്കാലികമായി മറ്റൊന്നിലേക്ക് മറിച്ചിട്ട് കാർഡ് കിട്ടിയതിന്റെ ശേഷം പിന്നെ അത് ഇങ്ങോട്ടാക്കിയിട്ട് റെഡിയാക്കാന്നുള്ള രൂപത്തിലുള്ള യുക്തി തന്ത്രം ഈ രൂപത്തിൽ വാങ്ങിച്ചെടുക്കുന്നത് കൂട്ടുന്നത് തികച്ചും തെറ്റല്ലേ സഹോദരങ്ങളെ? അന്യനെ അവകാശപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് കയ്യിലൊതുക്കുന്നത്? എല്ലാവർക്കും കൂടുതൽ കിട്ടുന്നതാണ് വേണ്ടത്. അള്ള തന്ന വാർഷിക വരുമാനം 3 ലക്ഷമുണ്ടോ? അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ കിട്ടേണ്ടത് വെള്ളക്കാർഡാണോ? കിട്ടുന്ന അവകാശം വാങ്ങിയാൽ മതി. അവകാശപ്പെടാത്തത് എന്തിനു സ്വീകരിക്കണം? ശരിയല്ലേ പറഞ്ഞത്? തെറ്റായി തോന്നുന്നുണ്ടോ? ചോദിക്കാം. സർക്കാരിന്റെ ഉസ്താദ് എങ്ങനെയും വാങ്ങിക്കാൻ പറ്റൂല, നിയമമുണ്ട് ഇസ്ലാമിൽ. എങ്ങനെയും വാങ്ങാം, അത് പറ്റൂല. എന്തിനല്ലാണ്ട് അല്ലേ? SLC ഒന്നും എഴുതണ്ട, സർട്ടിഫിക്കറ്റ് വരും. പറ്റുമോ? 25,000 കൊടുത്താൽ മതി, +2 തരും. 75,000 കൊടുത്താൽ മതി, B.Ed തരും. പറ്റുമോ? അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗത്തിന് നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? ആ കിട്ടുന്ന സമ്പാദ്യം റെഡിയാവും. ആലോചിച്ചു നോക്കാം, മേഖല എണ്ണിയാൽ എത്ര ഉണ്ട്?
ദുനിയാവിൽ മനുഷ്യനായി ജീവിച്ച ആഖിറത്തിൽ പന്നിയായി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മോശത്തരം. അന്തസ്സോടെ വരണം. പന്നിയായി വരുന്നവർ അവിഹിത മുതൽ സമ്പാദിച്ചവരാണ്. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കോളൂ സഹോദരങ്ങളെ, ധാരാളം നമുക്ക് ഹിതമല്ലാത്ത ഏതെല്ലാം വകുപ്പുകളുണ്ടോ തരങ്ങളുണ്ടോ ഒക്കെ അതിൽപ്പെട്ടു. നിങ്ങൾ ചോദിക്കും ഉസ്താദെ എന്താ പലിശ എണ്ണാത്തത് എന്ന്, വേറൊരു ഐറ്റംസ് വരുന്നുണ്ട് അതുകൊണ്ടാ എണ്ണാത്തത്. താഴെ വരുന്നുണ്ട്, പറയാം. മൂന്നാമത്തെ വിഭാഗം അമ്മൽ മുനക്കസൂന റൂസഹും വജൂഹും, മുഖങ്ങളും കൈക്കാലുകളൊക്കെ മേലോട്ടും തായോട്ടും കീമേലായി മറിക്കപ്പെട്ടവര്. മുഖഭാഗം തായോട്ട്, കാലും കൈയും മേലോട്ട്, അങ്ങനെ നടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? സർക്കസേരെ കണ്ടിട്ടുണ്ടാകും ദുനിയാവില്. ഇത് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ മഹ്ശറിലേക്കുള്ള ദൂരം നടക്കുന്നത് അങ്ങനെയാണ്. കീമേൽ മറിക്കപ്പെട്ട രൂപമാണ്. പലിശത്തീനികളാ. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു വിഭാഗം, ഫഇല്ലം തഫഅലൂ, പലിശക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും നിർത്തുന്നില്ലെങ്കിൽ, ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹു നിങ്ങളെ എതിരാളിയാണ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ എതിരാളിയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? അല്ലാഹും റസൂലും എതിർത്തിട്ടും ഞാനിവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. ഓരോ വർഷവും ഡെപ്പോസിറ്റ് ആയുള്ള പലിശ വാങ്ങിയിട്ട് സ്വതക്ക കൊടുക്കുന്നവരുണ്ടാകും, സക്കാത്ത് കൊടുക്കുന്നവരുണ്ടാകും, റിലീഫ് കൊടുക്കുന്നവരുണ്ടാകും, കുടുംബം പോറ്റുന്നവരുണ്ടാകും. അതൊക്കെ നടക്കുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അല്ലാഹും റസൂലും ശത്രുത വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം യമൂതു അലാ സൂഇൽ ഖാതിമ, അന്ത്യം മോശമായി മരണപ്പെട്ടു പോകും, ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. ആഖിറത്തിൽ വരുമ്പോ അന്തസ്സോടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. തല തായോട്ടാണ്, കയ്യും കാലും മേൽപോട്ടാ. ഉമ്മമാരെ, പലിശക്ക് നിങ്ങൾ സ്വർണ്ണാഭരണം കൊടുത്തു പോകരുത്, പണയം വെച്ച് പോകരുത്. ഇത്ര വലിയ ഇടങ്ങേറ് പിടിച്ച ഒരു സംഗതി വേറെ ഇല്ല. അതുകൊണ്ടാ ദുആഇന് ആത്മാർത്ഥത കിട്ടാത്തത്, ഇബാദത്തിന് ആനന്ദം കിട്ടാത്തത്, സ്വലാത്തിനും ദിക്റിനും ഖുർആനോത്തിനും ആത്മീയ രസം കിട്ടാത്തത്, ആത്മീയമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ മടിവരുന്നത്. ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ ഉൽപാദനം, അതിന്റെ സമ്പാദ്യം മിക്ക ആളുകളും പലിശയിൽ അടിമപ്പെട്ടുപോയി. വീട് വെക്കണോ പലിശ, കൃഷി നടത്തണോ പലിശ, ഹോസ്പിറ്റലിലേക്കാണോ പലിശ, എല്ലാ സംഗതികൾക്കും ഇത് സാർവത്രികമായി പടർന്ന് പന്തലിച്ചപ്പോ ഇപ്പോഴും നിങ്ങൾ നോക്ക്, സ്ഥലം വിറ്റിട്ട് 10 ലക്ഷം കിട്ടി, ആരെയും അറിയിക്കാതെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 4 മാസം കൂടും അതിന്റെ തുക വാങ്ങിയിട്ട്, പലിശ തുക വാങ്ങിയിട്ട്, മരുന്നും കഴിച്ച് സ്വതത്തെയും കൊടുത്ത് ചായയും കുടിച്ച് നല്ല കുശാലായി ജീവിക്കുകയാ. അല്ലാഹു ആഖിറത്തിൽ വരുമ്പോ മാലോകര മുന്നിൽ കീമേല് മറിഞ്ഞ രൂപത്തിൽ നടക്കുമ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നോക്കിയിട്ട് പറയൂലേ, ഇവൻ പലിശക്കാരനാ, പലിശ നിന്ന് ജീവിച്ചവനാ, കുടുംബം പോറ്റിയവനാ, മക്കളെ വളർത്തിയവനാ. ഒരു നയാ പൈസ പോലും ആ രൂപത്തിൽ പറ്റിപ്പോകരുത്. ഞാൻ വീടുണ്ടാക്കുന്ന സമയത്തും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നാണമില്ലാത്ത ആളുകളല്ലേ ബഹുഭൂരിപക്ഷം ആളുകള്, ഉസ്താദേ എത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, 5 വർഷം കൊണ്ട് ഗഡുക്കളായി അടച്ചു വീട്ടിയാൽ മതി, 5 അല്ല 50 വർഷം നിങ്ങൾ താമസം തന്നാലും ഈ രൂപത്തിലുള്ള നയാ പൈസ വേണ്ട. നല്ല പൊരുത്തത്തോടെ കടം തരാൻ പറ്റിയവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് അവര് പറഞ്ഞ അവധിക്ക് മുമ്പ് കടം വീട്ടിയിട്ട് വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് നല്ല റാഹത്തോടെ പൊരുത്തപ്പെട്ട് സാവകാശം നിർമ്മിച്ചതാ. ഇപ്പൊ പെട്ടെന്ന് പണി തീരണം, ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് തീരണം, അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ ഒരു ഇമേജ് കുറവാണ് എന്നും കണ്ടിട്ട് ലക്ഷക്കണക്കിന് ഇങ്ങോട്ട് വാങ്ങിയിട്ട് റജബ് മാസത്തിൽ തുടങ്ങിയ പണി റമദാൻ ഒന്നാകുമ്പോ
ആകുമ്പോഴേക്ക് തീർന്നിട്ട് ശവ്വാലിൽ വീട് കൂടിപ്പോയി. കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോ കുറച്ചൊക്കെ കടമുണ്ട്. എവിടുന്നാ കടന്ന് ചോദിക്കുമ്പോ കുടിച്ച വെള്ളം തുപ്പണോന്ന് തോന്നിപ്പോവുകയാണ്, ഛർദിച്ചു മാറ്റണോന്ന് തോന്നിപ്പോവുകയാണ്. കുറച്ച് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, പതുക്കെ പതുക്കെ അടച്ചു തീർക്കുന്നു. ഇത്ര തിരക്ക് കൂട്ടേണ്ട ഒരു സംഗതിയാണോ? കഴിവിനനുസരിച്ച് ഘട്ടം ഘട്ടമായി എടുത്താ പോരെ സഹോദരങ്ങളെ? 5-6 വർഷങ്ങൾ പണിപ്പെട്ട് വീടെടുക്കുന്ന നല്ല ഫക്കീറന്മാരായ മുസ്കീന്മാരായ സാധുക്കളായ ആളുകളെ കണ്ടിട്ടില്ലേ? 5 വർഷത്തെ അധ്വാനം കൊണ്ട് ഒരുക്കി ചൂട്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി 4 സെന്റോ 5 സെന്റോ, പിന്നെ ഒരു വർഷം കഴിഞ്ഞു പതുക്കെ കുറച്ചിങ്ങനെ പണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു തറ കെട്ടിയിട്ട് പിന്നെ പതുക്കെ അങ്ങനെ പണി തുടങ്ങിയിട്ട് പാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടാൻ പോകുന്ന നേരത്ത് അൽഹംദുലില്ലാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കാനില്ല. റാഹത്തോടെ ബിസ്മീൻ ചൊല്ലി അങ്ങ് കയറുമ്പോ, അല്ലെങ്കിൽ അവിഹിത മാർഗത്തിലായിട്ട് സമ്പാദ്യങ്ങളൊന്നുമില്ലാത്ത നല്ല റാഹത്തുള്ള വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോ എന്തൊരു ബറക്കത്താ. അതിനുള്ള പാകത്തിനുള്ള എടുത്താൽ മതി, പിന്നെ കഴിവിനനുസരിച്ച് അങ്ങനെ വലുതാക്കിയാൽ മതിയല്ലോ. അത്ര ബുദ്ധിമുട്ട്. മക്കൾ ഇങ്ങനെ കൂടി വന്നു, അതിനനുസരിച്ച് വലുതാക്കിയാൽ മതി. ഒറ്റയടിക്ക് തന്നെ വലുതാക്കിയെങ്കിലേ വലുതാകൊള്ളുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. പഴയ കാലത്ത് നിങ്ങൾ വീട് കണ്ടിട്ടില്ലേ? വീട്ടിലെ ആളുകൾ ഇങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച് റൂമുകൾ അങ്ങനെ കൂട്ടി അങ്ങനെ എടുക്കും. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് കേടുകൾ വരുമ്പോ ആ ഭാഗം ഒന്ന് പൊളിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കും. അങ്ങനല്ലേ പഴയ കാലത്തുള്ള വീടുകളൊക്കെ? അങ്ങനെ ചെയ്താൽ പോരെ? അവരും ഈ ദുന്യാവിൽ തന്നെയല്ലേ ജീവിച്ചു, നമ്മുടെ ഈ ദുന്യാവിൽ തന്നെയല്ലേ ജീവിക്കും. അങ്ങനെ ചെയ്താൽ പോരെ? എന്തിനാ ധൃതി കൂട്ടുന്നത്? അതുകൊണ്ട് ഒറ്റ പലിശ വാങ്ങി പോകരുത്. ഇത്ര ഡേഞ്ചറായ ഒരു സംഗതി വേറെ ഇല്ല. 4ാമത്തെ വിഭാഗം അന്ധന്മാരായി നടക്കുന്നവരാണ്. അള്ളാഹു ഒരു ഹുക്മ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അക്രമം ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹ് ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധിയിൽ അക്രമം ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് സ്വീകരിക്കൂല. അള്ളാഹ് ഒരു കാര്യം നിർബന്ധാക്കില്ല, നിർബന്ധം സ്വീകരിക്കൂല. അള്ളാഹു തആല ഒരു കാര്യം നിഷിദ്ധമാക്കില്ല, നിഷിദ്ധം സ്വീകരിക്കൂല. ആ ഹറാമായി കാണൂല, അതിൽ അക്രമം ചെയ്യും. അത് കോടതിയിൽ പോയിട്ടുള്ള വിധിയാണെങ്കിലും വിധി അക്രമപരമായിട്ട് വാങ്ങിയെടുക്കുന്നവർക്ക് ഇതിപ്പെട്ടു. വിധിയിൽ അക്രമം നടത്താൻ പാടില്ല, നീതി മാത്രമേ നടത്താവൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ നീതിയല്ലേ നടപ്പിലാക്കിയത്? സ്വാധീനം കൊണ്ടല്ലേ പലരും ഇന്ന് രക്ഷപ്പെടുന്നത്. നോക്ക് നിങ്ങൾ, കുറ്റക്കാരല്ലാത്തതിന്റെ പേരിൽ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടുന്നു. മക്കയിൽ വന്നിട്ട് ഏറ്റവും വലിയ കുലപതിയായ കുടുംബക്കാരായ തറവാട്ടുകാരായ പ്രമാണിമാരായ പ്രബുദ്ധരായ ബനു മഖ്സൂം ഗോത്രത്തിലെ പെണ്ണ് കളവ് കേസിൽ കുടുങ്ങി. അത് തെളിഞ്ഞു, റെഡിയായി, സമ്മതിച്ചു, കുറ്റമൊക്കെ ബോധ്യപ്പെട്ടു. ആ കുടുംബം പറഞ്ഞു 200 ഒട്ടകം തരാം, കൈ മുറിക്കുന്ന അപമാനം സഹിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ആ ആളുകൾക്ക് വേണ്ട അത്രയും ഭൂമി കൊടുക്കാം, എന്നാലും കൈ മുറിക്കരുത്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. തങ്ങളുടെ മുഖം വിവർണമായി. തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, മാലോകരെ, നിങ്ങളെ മുൻഗാമികളെ നശിപ്പിച്ചത് ഈ വിധിയിലുള്ള വൈപരീത്യമാണ്. വിധിയിൽ അവർ മാറ്റം വരുത്തിയതാണ്. ഇദാ സറഖ ഫീഹിമുശ് ശരീഫു തറകൂ. അന്തസ്സുള്ള മാന്യതയുള്ള കുടുംബക്കാരനോ തറവാട്ടുകാരനോ മോഷണം നടത്തിയാൽ ശിക്ഷ കൊടുക്കാതെ വിടും. വൈദാ സറഖ ഫീഹിമുൽ ളഈഫു വഖാമു അലൈഹിൽ ഹദ്ദാ. ദുർബലനായ ഒരു വ്യക്തി, പേരും പെരുമയും ഇല്ലാത്തൊരു വ്യക്തി മോഷണം നടത്തിയാലോ ശിക്ഷ അവർ നടപ്പിലാക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വളരെ ഊക്കോടെ പറഞ്ഞു, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സറഖത് ലഖതഅതു യദഹാ. ഏറ്റവും നല്ല കുടുംബം എന്റെ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഏറ്റവും നേതൃപദവിയുള്ള മകൾ എന്റെ മോളാണ്. എന്റെ മകൾക്കാണ് ഇങ്ങനൊരു മോഷണം എന്ന് പറയുന്ന ഒരു കുറ്റം സംഭവിക്കുന്നത് എങ്കിലും ലഖതഅതു യദഹാ, കയ്യ് ഞാനങ്ങ് മുറിച്ചു മാറ്റും. ആ കുടുംബത്തിലെ പെണ്ണിനോട് വരാൻ പറഞ്ഞു. തങ്ങളങ്ങ് നീതി നടപ്പിലാക്കി. രാജാക്കന്മാര് മുഴുവനും പേടിച്ച് വറച്ചുപോയി. കിസ്റയും കൈസറും മുഴുവൻ രാജാക്കന്മാരും പേടിച്ചുപോയി. അതേ 8 വർഷം മുമ്പ് സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ നാട്ടിൽ അല്ലാഹുവിന്റെ തീരുമാനം, ഹക്കായ വിധിയങ്ങ് നടപ്പിലാക്കുന്നതിന് കുടുംബം തടസ്സമല്ല, പ്രമാണിത്വം തടസ്സമല്ല, അവരുടെ പേരും പ്രശസ്തിയും തടസ്സമല്ല.
അള്ളാഹുവിന്റെ ഹുക്മ് നീതിയായി നടപ്പിലാക്കിയപ്പോ രാജാക്കന്മാര് പേടിച്ചുപോയി. അവരൊക്കെ പറഞ്ഞു, അതേ തീരുമാനം നമ്മുടെ നാട്ടിലും വൈകാതെ വന്നു പിടിക്കും. അതൊരു നീതിബോധമാണ്. തീരുമാനത്തിൽ കൈകടത്തിയിട്ട് പഴുതുകൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലൊക്കെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വസൂലാക്കാനോ മറ്റോ വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യം ഇങ്ങനെയാണ്. അങ്ങനെ വിധി പറയുന്ന വിധികർത്താക്കന്മാര് അന്ധന്മാരാ. അതിനുവേണ്ടി ഒരു കൂട്ടുന്ന ആൾക്കാരും ആഖിറത്തിൽ കണ്ണു കാണാത്തവരാണ്. കാരണം കാണേണ്ട കാഴ്ച ദുനിയാവിൽ വെച്ച് നീതിയുള്ളത് കാണേണ്ടത് കാണാത്തത് കൊണ്ട് ആഖിറത്തിൽ അല്ലാഹ് കണ്ണെടുത്തു മാറ്റി. സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്ത ആളുകൾ അല്ലദീന യഅജബൂന ബിഅമാലിഹിം, സ്വന്തം പ്രവർത്തനങ്ങളിൽ ഉൾനാട്യമുള്ളവരാണ്. എത്ര അമൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന മനോഭാവത്തോടെ ചെയ്തതൊക്കെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. ഞാനൊന്നും ചെയ്തു എന്ന് നമുക്ക് പറയാൻ ഇവിടെ ചാൻസ് ആയിട്ടില്ല. അള്ളാഹുവിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് അല്ലാഹു സ്വീകരിച്ചാൽ നമുക്ക് സന്തോഷിക്കാം. കഷ്ടപ്പെട്ടിട്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തോളിൽ കല്ലേറ്റിയിട്ട് കഅബ പടുത്തുയർത്തിയത്. ഓരോ പടവും തീരുന്ന സമയത്ത് മഹാനവറുകൾ ചൊല്ലിയ പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞാനൊരു ഖലീലായ ഇബ്രാഹിം നബി ആയതുകൊണ്ട് നീ സ്വീകരിച്ചോളമെന്നില്ലല്ലോ അല്ലാഹ്. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ മിനയുടെ തായ്വരയിൽ നിന്ന് വാഹനങ്ങളുടെ സഹായത്തിലല്ല, തോളിൽ കല്ലേറ്റിയിട്ടാണ്, പരിശുദ്ധമായ തോളിൽ ചുമന്നിട്ടാണ് കഅബ പടുത്തുയർത്തിയത്. അതുകൊണ്ട് നീ സ്വീകരിച്ചോളണമെന്നില്ല. നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അതാണ് നമുക്ക് വേണ്ട മനസ്സ്. അല്ലാഹ് നമുക്ക് ഖബൂലിയത്ത് നൽകട്ടെ. ഒരു അമലും അമലായി പറയാനില്ല. അല്ലാഹു എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. അടുത്ത വിഭാഗം കൈകാലുകൾ, അടുത്ത വിഭാഗം അതേ നാവുകൾ ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ട് അതിങ്ങനെ ചവച്ച് വരുന്ന വിഭാഗമാണ്. അതിലൂടെ ദുർഗന്ധങ്ങൾ ഇങ്ങനെ വമിക്കുന്നത് തായോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണത്? ഫൽ ഉലമാഉ വൽ ഖസ്സാസു അല്ലദീന യുഖാലിഫു ഖൗലുഹും ഫീലഹും. പണ്ഡിതന്മാരാണ്, കഥ പറയുന്നവരാണ്. അവരെ വാക്ക് അവരെ പ്രവൃത്തിയോട് എതിരാകുന്നു. വാജിബാത്തുകളെ പറ്റി സംസാരിക്കുന്നു, പക്ഷെ അവരിൽ വാജിബാത്തുകളില്ല. സുന്നത്തുകളെ പറ്റി സംസാരിക്കുന്നു, സുന്നത്തുകളില്ല. അവരൊരു മോഡൽ ജീവിതം ജീവിക്കുന്നു. അതൊക്കെ പറയുന്നു, പറഞ്ഞാ പോരാ, അതേ രൂപത്തിൽ പ്രവർത്തിക്കണ്ടേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൂർവസൂരികളുടെ കഥകളും മറ്റുമൊക്കെ നമ്മുടെ മക്കൾക്കും ശേഷമുള്ള മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, പൂർവീകരിൽ ഏറ്റവും തിളങ്ങി നിന്ന അമലാണ് ഈ പള്ളിയിൽ വന്നിട്ടുള്ള ജമാഅത്ത്, പ്രത്യേകിച്ച് സുബ്ഹിന്റെ ജമാഅത്ത്. ഒന്നാ കോമ്പൗണ്ടിലേക്ക് നോക്കൂ, എത്ര വാഹനങ്ങളുണ്ട്, എത്ര സുന്ദരമായ വാഹനങ്ങളുണ്ട്. അതിലേറെ വാഹനങ്ങളും നടന്നു വരാൻ കഴിവുള്ള ആളുകളും ഈ നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ പരിപാടിക്ക് വന്നപ്പോഴും തങ്ങൾ ഉസ്താദിനോടൊപ്പം സുബ്ഹിന്റെ ജമാഅത്തിൽ സംബന്ധിച്ചപ്പോ 3ഉം 4ഉം സഫ് ആളുകൾ രാവിലെ വന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അഷ്റഖൽ ബദ്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി സന്തോഷത്തോടെ പ്രഭാതം ആരംഭിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഇന്നത് മങ്ങലേറ്റുപോയോ? സൗകര്യങ്ങൾ കൂടുമ്പോ റബ്ബിനെ മറക്കല്ല. സംവിധാനങ്ങൾ ഏറെ തരുമ്പോ കിടന്നുറങ്ങിയിട്ട് നിസ്കാരം വീട്ടിലാക്കല്ല. ചെറുപ്പക്കാരെ, ഒരു 10 വർഷം സുബ്ഹിക്ക് ഈ പള്ളിയുടെ പൂമുഖത്ത് സുബ്ഹിക്ക് വരുമ്പോ നാളെ ആഖിറത്തിൽ ഈ പൂമുഖം സാക്ഷിക്ക് വന്നാൽ ഈ പള്ളിയുടെ അമ്പരചുംബിയായ 2 മിനാരങ്ങളും തിളങ്ങി നിൽക്കുന്ന മനോഹരമായ കുബ്ബയും നാളെ ആഖിറത്തിൽ സുബ്ഹിന്റെ നേരത്തിന് സാക്ഷിയായി വന്നാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ.
ഈ പരിസരങ്ങളിൽ വാങ്ക് കേൾക്കുന്നവര് തന്നെ, ജമാഅത്തിന് വരാൻ കഴിവുള്ളവർ തന്നെ വന്നാൽ 4 സ്വഫിലധികം ഉണ്ടാകുമെന്നാണ് എന്റെ ധാരണ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുബ്ഹിന്റെ ജമാഅത്ത് സജീവമാക്കണം. അത് നമ്മുടെ നാട്ടിലെ ബറക്കത്തിന് കാരണമാണ്, നമ്മുടെ പരമ്പരകളുടെ ബറക്കത്തിന് കാരണമാണ്, അല്ലാഹുവിന്റെ കാവലിന് കാരണമാണ്. പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായി സുബ്ഹി നിസ്കരിക്കുന്ന ശ്രേഷ്ഠതയുള്ള അത്ര കാര്യം മറ്റൊരു കാര്യത്തിനുമില്ലല്ലോ. സുബ്ഹിന്റെ ജമാഅത്തിന് നിരന്തരം വരാത്ത ആളുകളെ പറ്റിയിട്ട് സ്വഹാബത്തിന്റെ വീക്ഷണം എന്താണെന്നറിയോ? അയാള് മുനാഫിഖാണോ എന്നൊരു സംശയം സ്വഹാബത്തിനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വീക്ഷിച്ചാൽ നമ്മളെ അവസ്ഥ എന്താ, നമ്മുടെ ഗതി എന്താ? 40 കൊല്ലം 50 കൊല്ലൊക്കെ ദർസ് നടത്തിയ ഒരുപാട് ആലിമീങ്ങൾ ഇന്നും ഹയാത്തിലുണ്ട്. ഒരൊറ്റ സുബ്ഹിന്റെ ജമാഅത്ത് പോലും മുടങ്ങാതെ പള്ളിയിൽ വന്ന് ആദ്യത്തെ ജമാഅത്തിൽ പങ്കെടുത്തവർ, അവരൊക്കെ ഒരു ക്ലാരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. പകൽ സമയം മുഴുവനും ദർസിലായിട്ട് ഖിദ്മത്തെടുത്തിട്ട് ആ പള്ളിയോടുള്ള, ആ പള്ളിയിലെ സുഫിനോടുള്ള അഭേദ്യമായ ബന്ധം, അവരൊരു ദിവസം ഒരു സമയത്ത് പള്ളിയിൽ എത്താതിരുന്നാൽ അവർ നിസ്കരിക്കുന്ന സുജൂദ് ചെയ്യുന്ന മുസല്ല അവരെ വരാത്തത് കൊണ്ട് കരഞ്ഞു പോകും. അവർ മരണപ്പെട്ടു പോയാൽ ആ മുസല്ല കരഞ്ഞു പോകും. നമുക്ക് അങ്ങനെ ഒരിടം അല്ലാഹുവിന്റെ പള്ളിയിൽ വേണ്ടേ? അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആളുകൾ സുബ്ഹിക്ക് വരണം. വരാൻ പറ്റുന്ന കൂട്ടുകാരെയും കുട്ടികളെയൊക്കെ കൂട്ടി വരണം. സ്വഹാബത്തിന്റെ പാരമ്പര്യം നമ്മുടെ നാട്ടിൽ നിലനിർത്തണം. മദീനയിലെ സ്വഹാബിമാർ ഏറ്റവും അധികം വന്ന ജമാഅത്താണ് സുബ്ഹിന്റെ ജമാഅത്ത്. നമ്മുടെ നാട്ടിലെ മൊത്തം ജനങ്ങളുടെ ബറക്കത്തിന് കാവൽ നിമിത്തമാണ്. കുറഞ്ഞു പോകരുത്. കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് കൂട്ടമായി നിന്ന് അസ്മാഉൽ ഹുസ്നയും ചൊല്ലിയിട്ട് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെറിയൊരു ദുആ, മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയുള്ള ചെറിയൊരു ദുആവും നടത്തിയിട്ട് സന്തോഷത്തോടെയുള്ള തുടക്കം. കച്ചവടത്തിലും ബറക്കത്തുണ്ടാകും, കൃഷിയിലും ബറക്കത്തുണ്ടാകും, മക്കളിലും ബറക്കത്തുണ്ടാകും, പേരമക്കളിലും ബറക്കത്തുണ്ടാകും, അവരെ പഠനങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും, നമ്മുടെ ചോദ്യങ്ങളൊക്കെ അല്ലാഹു പരിഹരിക്കും. അതുകൊണ്ട് ആ ഒരു സന്ദർഭം നമ്മൾ മുടക്കരുത്. കഴിവിന്റെ പരമാവധി പുനരുജ്ജീവിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ വരി കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. കയ്യും കാലും മുറിക്കപ്പെട്ട രൂപത്തിൽ ആഖിറത്തിൽ വരുന്ന ഹതഭാഗ്യർ അവരാരാണ്? ഫല്ലദീന യുദൂനൽ ജീറാൻ, അയൽവാസികളെ ഇടങ്ങേറാക്കുന്നവരാണ്. അയൽവാസികൾക്ക് വലിയ ബഹുമാനമുണ്ട്. ഒരൊറ്റ അയൽവാസിയെയും ശല്യം ചെയ്യാൻ പാടില്ല. മുസ്ലിം ആണെങ്കിലും ശരി, അമുസ്ലിം ആണെങ്കിലും ശരി, അയൽക്കാരനെ മാനിക്കണം. അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് നമ്മളെ കൊണ്ട് വന്നെങ്കിൽ നമ്മൾ നികത്തി കൊടുക്കണം. അതാരാണെങ്കിലും ശരി, അയൽവാസി ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ആളുടെ ബഹുമാനം പാലിക്കണം. അയാൾ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അയൽവാസിന്റെ വീട്ടിൽ വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മളത് കണ്ടിട്ട് അങ്ങനെ പൂമുഖത്തിരിക്കരുത്. വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് പറയണം. അപ്പൊ മക്കൾ വന്നിട്ട് വാപ്പാനോട് പറയാം, വാപ്പ അവിടുത്തെ ടാങ്ക് നിറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ഒഴുകിക്കോട്ടെ, പൈസ കുറയല്ലേ, ബില്ലൊന്ന് കൂടി വന്നോട്ടെ, പ്രശ്നമാക്കണ്ട എന്ന് പറയുന്ന ആള് ശല്യക്കാരനാണ്. പാപ്പ ആ വീട്ടില് ടാങ്ക് ആ വീട്ടിലുള്ള ആൾക്കാർ സുഖമില്ലാതെ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ പോകുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കി എന്ന് ഭർത്താവിനോട് ഭാര്യ വന്ന് പറയുമ്പോ, ഹോസ്പിറ്റലിൽ പോകാനുള്ളവര് പോട്ടെ, മരിക്കാനുള്ളവര് മരിക്കട്ടെ, കുറെ അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് അന്വേഷിക്കാം. അല്ലല്ലല്ല, അയാള് സ്വന്തം വീട്ടുകാരനെ പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ് അയൽക്കാരൻ. യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ അയൽവാസികൾക്ക് ശല്യം ചെയ്തവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നി ബുൽതു ഫീ തിജാരി, ഞാൻ എന്റെ അയൽവാസിയുടെ തോട്ടത്തിൽ ഇന്നൊന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾ കൂടെ വരാൻ പാടില്ല, നിങ്ങൾ പോയി തിരുത്തണം. ഒരാള് തോട്ടത്തിൽ മൂത്രമൊഴിച്ച് അത്ര ഉണ്ടാകാൻ, അത്ര പോലും ശല്യം ചെയ്യാൻ പാടില്ല. അയൽവാസിക്ക് വലിയ സ്നേഹവും ബഹുമാനവും കൊടുക്കണം. ഈമാനിന്റെ ഭാഗമാണത്. വൽജാരിദിൽ ഖുർബാ വൽജാരിൽ ജുനുബ്, അടുത്ത അയൽവാസി അകന്ന അയൽവാസി, രണ്ട് അയൽവാസികളും പഠിപ്പിച്ചിട്ടുണ്ട്. പണങ്ങാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതിന് കുറച്ചൊക്കെ സഹിച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. എന്നും ഒരു കണ്ണിൽ കരടായി മാറാൻ പാടില്ല. വിട്ടുവീഴ്ച കുറച്ച് ചെയ്ത് മുന്നോട്ട് നീങ്ങണം, അഡ്ജസ്റ്റ്മെന്റോടെ പോകണം. നമ്മളെ കാരണം കൊണ്ട് മറ്റൊരാള് പുര വിറ്റുപോയി, സ്ഥലം വിറ്റുപോയി എന്നുള്ള ദാരുണമായ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ എന്തേ അവിടുന്ന് പോരാൻ കാരണം? സുബ്ഹാനല്ലാഹ്, അത് പറയണോ?
ഒരു വർഷത്തെ ചരിത്രം പറയാൻ നമുക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു ഉസ്താദേ, ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓ നമ്മോ, വല്ലാത്തൊരു പടപ്പാടും. അയാളൊന്ന് കുരച്ചാല് നമ്മളെ പുരയിലെ കോഴികൾ വരെ പേടിച്ചു, ആടുകൾ വരെ നെട്ടി തിരിച്ചു പോകും. എന്തെങ്കിലും നിസ്സാര ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പുളിച്ച ചീത്ത പറയും. കിട്ടുന്നത് മുഴുവൻ എടുത്തിട്ട് എറിഞ്ഞിട്ട് എന്റെ വീടിന്റെ ചില്ലൊക്കെ പൊട്ടിച്ച് സഹിക്കാൻ കഴിയായിട്ട് വിറ്റു പോന്നാണ് ഞാൻ എന്നൊരാൾ അനുഭവം പറയുന്ന ആളുകൾ നമ്മളാകരുത്. നമ്മൾ സ്നേഹത്തോടെ സഹകരണത്തോടെ ജീവിക്കണം. അയൽവാസിക്ക് ഗുണം ചെയ്യണം, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അന്വേഷിക്കണം, അങ്ങോട്ട് ചെന്നിട്ട്. അത് വലിയൊരു ബന്ധാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടിപ്പരത്തി പറഞ്ഞ ഒന്നാണ്. 9ാമത്തെ 8ാമത്തെ വിഭാഗം തീ കൊള്ളി കൊണ്ട് ഇങ്ങനെ തറച്ച മട്ടിലുകളിൽ നാട്ടി വരുന്നവരാണ്. ഫസ്സുആതു ബിന്നാസി സുൽത്താൻ. ജനങ്ങളെ പറ്റി ഇല്ലാത്ത തെറ്റുകുറ്റങ്ങളൊക്കെ പരാതിയാക്കി എഴുതിയിട്ട് അവരെ ജയിലിലടക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാളെ ജയിലിലടക്കണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ശിക്ഷ കൊടുക്കണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇല്ലാത്ത കേസിൽ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ആഖിറത്തിൽ തീക്കൊള്ളി കൊണ്ടുള്ള മട്ടിൽ പുറത്തു ഭാഗത്തുകൂടെ അങ്ങനെ തറച്ച രീതിയിൽ പൊള്ളുന്ന ശരീരത്തുകൂടെ പരലോകത്തേക്ക് വരുന്നത്. 9ാമത്തെ വിഭാഗം വല്ലദീനഹും അശദ്ദു നത്നം മിനൽ ജീഫ്. ദുർഗന്ധത്തെക്കാളും ശരീരം ചീഞ്ഞു നാറുന്നവർ. ഫല്ലദീന യതമത്തഊന ബിശ്ശഹവാതി വല്ലദാത്. അല്ലാഹു കൊടുത്ത ദുനിയാവ് കൊണ്ട് അടിച്ച് പൊളിച്ച് സുഖിച്ച് മതിച്ച് ജീവിക്കുന്നുണ്ട്. എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം സ്വീകരിക്കും, എവിടെയും പോകും, ഏത് പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോകും, ഏത് കാണാൻ പറ്റാത്തതും കാണും, തിന്നാൻ പറ്റാത്ത തിന്നും, കുടിക്കാൻ പറ്റാത്ത കുടിക്കും. അടിച്ച് പൊളിച്ച് ജീവിതം. യംനഊന ഹഖ്ഖല്ലാഹി മിൻ അംവാലിഹിം. സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ട ചെലവ് കൊടുക്കൂല, സക്കാത്ത് കൊടുക്കൂല, ദീനിന് വേണ്ടി കൊടുക്കേണ്ടതൊന്നും കൊടുക്കൂല. ജീവിതമോ സുഖകരമാണ്, സുഖലോലുപതയിലാണ്, അടിച്ചുപൊളിയാണ്. വീട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്ക് ദേഷ്യം പിടിക്കും. എന്നാൽ അവൻ കറങ്ങാത്തൊരു സ്ഥലമില്ല, പോകാത്തൊരു രാഷ്ട്രമില്ല. അടിച്ചുപൊളിയാണ് അവന്റെ ജീവിതം. വീട്ടിന്റെ ഉള്ളിലുള്ള ആളുകൾ എന്തെങ്കിലും വസ്തുക്കൾ ചോദിക്കുമ്പോഴേക്ക് ദേഷ്യം പിടിക്കും. പുറത്തുപോയി അവൻ ഭക്ഷണം കഴിച്ച് വരുന്നതോ 700-800 രൂപക്കാണ്. ആ വീട്ടിൽ 40 രൂപയുടെ 50 രൂപയുടെ മത്തിയാണ്. വേറെന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ കൊടുക്കൂല. അങ്ങനെ അവകാശങ്ങൾ ഹനിച്ച് അടിച്ചു പൊളിച്ച് തികർത്തു മറിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ, അത് ജീവിതത്തിൽ ഹോബിയായി കാണുന്നവരില്ലേ. ശരീരം ചീഞ്ഞു നാറുകയാണ്. ഹക്കായ സംഗതികൾക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കാതെ ദുനിയാവിന്റെ സുഖങ്ങളിൽ അങ്ങനെ ജീവിക്കുന്നു. ഉംറക്ക് പോകൂല, ഹജ്ജിനും പോകൂല, സിയാറത്തിനും പോകൂല. വേറെ കുറെ സുഖകരമായ കാഴ്ചകളും വേറെ കുറെ ഹാപ്പിയായ അനുഭവങ്ങളുണ്ട്. അതിലൊക്കെ പാറി പറന്നങ്ങനെ സുഖിച്ച് മതിച്ച് ജീവിക്കും. ഹക്കായ സംഗതികൾ, അവകാശമുള്ള ബാധ്യതയുള്ള സ്വന്തം ശരീരത്തിനും ആത്മീയതക്കും വേണ്ടതിലേക്കൊന്നും ചെലവഴിക്കൂല. വല്ലദീന യൽബസൂനൽ ജലാബീബ്. ടാറിന്റെ വസ്ത്രം ധരിച്ച് ചുട്ടുപൊള്ളുന്ന മഹ്ശറില് ചൂട് സഹിക്കാൻ കഴിയാതെ ശരീരം ഇങ്ങനെ വിറച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പളഞ്ഞു പൊളഞ്ഞു വരുന്ന ആളുകള്. ഫാഹുലുൽ കിബിരി വൽ ഫഖ്രി വൽ ഖുയലാ. ധിക്കാരികളാണ്, ദീനിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് സ്റ്റൈല് സ്വീകരിക്കുന്നവരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മോനെ നീ സാധാരണ ഉമ്മമാര് അതേ നമ്മുടെ തേങ്ങയൊക്കെ ചുരണ്ടും പോലെ ചരണ്ടിയ രീതിയിൽ മുടിയും ആകൃതിയും സ്വീകരിച്ചുകൊണ്ട് പകുതി മുടി കളഞ്ഞിട്ട് പകുതി നിർത്തി വരുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഒന്നുകിൽ നീ മൊത്തമായി കളയണം, അല്ലെങ്കിൽ മൊത്തമായി നല്ല നിലക്ക് വെട്ടിയിട്ട് ഭംഗിയോടെ വളർത്തി സൂക്ഷിക്കണം. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച്. പക്ഷേ അവന്റെ സ്റ്റൈലിന് പോരാ. പിന്നെയോ ഔറത്ത് മറക്കാത്ത രീതിയിൽ നല്ല സ്റ്റൈലൻ വസ്ത്രങ്ങൾ ധരിച്ചാ വന്നത്. മുന്നിലൂടെയും ധരിച്ചിട്ട് മുൻഭാഗത്തും അങ്ങനെയാണ്, പിൻഭാഗത്തും അങ്ങനെയാണ്. ആ വസ്ത്രത്തിന്റെ അളവ് ആകത്രേ ഉള്ളൂ, പൊക്കിളിന്റെ താഴെ ഉള്ളൂ. അതെത്ര വലിച്ചാലും മേലോട്ട് കേറൂല. എങ്ങനെ കേറുന്നു? അത്രേ ഉള്ളൂ, പിന്നെ കേറൂല. അപ്പൊ അതൊക്കെ അങ്ങനെ ഒപ്പിച്ച് നിർത്തിയിട്ട് അത് കുറച്ചു കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോഴേക്ക് താഴോട്ട് പോയിട്ടുണ്ടാവും.
റുക്കൂയിൽ പോകുമ്പോ പിന്നെയും താഴോട്ട് വീഴണം. സുജൂദിൽ പോകുമ്പോ രണ്ടാം സുഫേർക്കും മൂന്നാം സുഫേർക്കൊന്നും സുജൂദിലേക്ക് വേഗം പോകേണ്ട അവസ്ഥ വരികയാണ്. കാരണം എന്താ? വ്യത്യസ്ത രീതിയിൽ കളർ. ഇപ്പൊ ഇതിൽ കണ്ടില്ല കുറെ കളർ, ഇതേ രൂപത്തിൽ കളറുള്ള പല ഐറ്റംസുകളും കാണേണ്ടി വരിക. അവരെ അണ്ടറിലുള്ള പലതും അണ്ടർ ഡ്വയർ കാരണം അതാണ് മുന്നിലുള്ളത്. പാന്റ് താഴോട്ടും മറ്റേത് മേലോട്ടുമാണ്. അപ്പൊ സത്യത്തിൽ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ധരിക്കണ എന്തിനാ? സ്റ്റൈലാണ്, പവറാണ്. ഇപ്പൊ ടൈറ്റ് ഫിറ്റ് അല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ സ്റ്റൈല് നൽകുന്നത് അല്ലെ? എന്തോ ഒരു സ്റ്റൈലാണ് അല്ലെ, ഭയങ്കര സ്റ്റൈലാണ്. കിബറന്മാർ പവർ മാത്രം നോക്കിയിട്ട്, അഹങ്കാരം മാത്രം നോക്കിയിട്ട്, സ്റ്റൈല് മാത്രം നോക്കിയിട്ട് അള്ള പറഞ്ഞ വസ്ത്രങ്ങൾ, മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച വസ്ത്രങ്ങൾ ധരിക്കാത്ത, സ്റ്റൈലിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ വസ്ത്രം കൊടുത്തിട്ടാണ് അള്ള ശിക്ഷിക്കുന്നത്. സാധാ വസ്ത്രമല്ല, ടാറിന്റെ വസ്ത്രം. റോഡിൽ ടാറ് ജെല്ലിയിലൊന്ന് കുഴച്ച് ടാറിട്ടാ തന്നെ അടുത്തേക്ക് പോയാൽ തന്നെ എന്തൊരു ചൂടാ. ആ ടാറിന്റെ വസ്ത്രം ശരീരത്തിൽ അങ്ങ് അണിയിപ്പിക്കപ്പെടുമ്പോ ഉമ്മമാരെ സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ നമുക്ക് ചെറുപ്പക്കാരികളെ? അതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ആ വസ്ത്രത്തിൽ മികവുണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, നിലവാരം കൂടിക്കോട്ടെ, കഴിവിനനുസരിച്ച് തകരാറൊന്നുമില്ല. ദീന് പഠിപ്പിച്ച രീതിയിൽ ഔറത്ത് പറയുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അതിനൊരു കേടുമില്ല. ഒരു ഷാള് മാത്രമാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി പെർമിറ്റ് കൊടുക്കരുത്. ചില പുരുഷന്മാരുണ്ട്, കല്യാണം വരെ നല്ല ദീനുള്ള കുട്ടിനെ എങ്ങനെ ആലോചിക്കും. അപ്പൊ എല്ലാരും പറയും, ഉസ്താദുമാരൊക്കെ പറയും, ആ കുട്ടി നല്ല കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്, ഉയർന്ന നിലവാരത്തിൽ പോകുമ്പോഴും മക്കനെ ധരിച്ചിട്ട് നല്ല ബുർഖ ധരിച്ചു പോകുന്ന കുട്ടിയായിരുന്നു. ഒരു ബുർഖക്കെതിരെ വിഷയം വന്നപ്പോഴേക്ക് ബന്ദ് പ്രഖ്യാപിച്ച ആൾക്കാരാ നമ്മൾ. നിങ്ങൾ മറന്നോ? പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളെ കൂട്ടത്തിലൊന്ന് ചൊവ്വാക്കണ്ടേ? പിന്നെ ആരാന് വേണ്ടി ഒരു ബന്ധു പ്രഖ്യാപിച്ചിട്ട് ആർക്കാ അവിടെ കാര്യം? ആർക്കാ കാര്യം? എങ്ങനെ കല്യാണപ്പെണ്ണ് ഇറങ്ങുന്നത്? കല്യാണത്തിന്റെ അന്ന് ഒരു ചെറിയ വലയിട്ടിട്ട് കാര്യമായിട്ടൊരു പൂമാലൊക്കെ ഇട്ട് തട്ടൊന്നും ഇടാതെ കഴുത്തൊക്കെ കാണിച്ച് ആഭരണങ്ങളൊക്കെ കാണിച്ച് പോകാൻ പറ്റും. എന്തെങ്കിലും ഒരു മസലുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കൊന്ന് ഉറക്കം പറയാനേ. അല്ല, അങ്ങനെ ഒരു വകുപ്പുണ്ടെങ്കിൽ 2 മണിക്കൂറല്ലേ? 1 മിനിറ്റ് നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയോ സഹോദര? നിന്നെ പറ്റിയാണ് കാരണമാക്കിയിട്ട് നിന്റെ മകള് പറയുന്നതെങ്കിൽ, നിന്റെ ഭാര്യ പറയുന്നതെങ്കിൽ അള്ളാഹു ഒരുക്കിയ നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ പറ്റോ? ഈ തരം ഥാറിന്റെ വസ്ത്രം ധരിപ്പിച്ച് അന്ന് സ്റ്റൈല് സ്വീകരിച്ച് നിനക്ക് സഹിക്കാൻ കഴിയോ ആഖിറത്തിൽ വരുമ്പോ? നല്ല മക്കനെ ധരിക്കുന്നവരോട് ചില ചെറുപ്പക്കാര് പറയാണ്, ഷാളിട്ട് വന്നാ മതി. മക്കനിട്ട് പോയാൽ ടൗണിലെത്തിയാൽ കൂട്ടുകാര് ചോദിക്കും, ഇത് പെങ്ങളാണോ ഉമ്മയാണോ? കുറവാണ്, എനിക്ക് മൈനസാണ്, സ്റ്റാറ്റസിന് കുറവ്. സ്റ്റാറ്റസ് ആദ്യം ഉണ്ടാകണ്ടേ? കുറവുണ്ടാകാൻ ഇമേജിന് പ്രശ്നം. ഇമേജ് ആദ്യം ഇവര് വേണ്ടേ, എന്നിട്ടല്ലേ കുറവുണ്ടാകാൻ. എന്ത് ഇമേജാണുള്ളത്? എന്താ ഈ വസ്ത്രം ധരിച്ച ഇമേജോ? എന്ത് ഇമേജാണുള്ളത്? ആൾക്കാർ കാണുമ്പോ ഒരു മോശം, കുറവാണ്. അതുകൊണ്ട് തൽക്കാലം പുതിയ വാങ്ങിയ ഷാളില്ലേ, അതിട്ട് പോന്നാ മതി. അതൊക്കെ തൽക്കാലം മറയണ്ടല്ലോ, മതി. അത് പിന്നെ ഇങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ പോലെ ഇങ്ങനെ താഴോട്ടും മേലോട്ടും താഴോട്ടും മേലോട്ടും ഇങ്ങനെ നമ്മൾ അതിന് ഒരു അവസരം കൂടി ഒരുക്കിയിട്ടാണ് ആ രൂപഭാവങ്ങൾ വരുന്നത്. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, അങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്. നല്ലോണം മറച്ചു നടക്കണം. അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം. സ്വഹാബി വനിതകൾ ധരിച്ചതുപോലെ മറവോടെ നടക്കണം. സ്റ്റൈലിന്റെയും പവറിന്റെയും വസ്ത്രങ്ങൾ, പുരുഷന്മാരെ പോലെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകളും ധരിക്കണം എന്നുള്ള ആലോചന ചില ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കാട് കയറി വന്നപ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ധരിക്കാൻ തുടങ്ങി. മദ്രസയിലേക്ക് ധരിച്ചില്ല. ഉസ്താദുമാരോട് ഭയങ്കര ബഹുമാനാണ്. ഉസ്താദുമാര് മുഖം കാണാൻ പാടില്ല, മാറ് കാണാൻ പാടില്ല, കഴുത്ത് കാണാൻ പാടില്ല, ഒന്നും കാണാൻ പാടില്ല. പക്ഷെ അത് 2 മണിക്കൂർ ക്ഷമിക്കൂ. ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉള്ളും പുറം ഒക്കെ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ആ വസ്ത്രം സ്വീകരിച്ചു തുടങ്ങി. പ്രഖ്യാപനം വരുമ്പോഴേക്ക് നമ്മളതിന് സിന്ദാബാദ് മൂളി. നമ്മളെ നാട്ടിലെങ്കിലും ശിരോവസ്ത്രധാരണം നിരോധന നിയമം വന്നാണ്ടല്ലോ. അതിന് അനുകൂലം വിളിച്ചുകൊണ്ട് മുസ്ലിം സഹോദരിമാർ റോട്ടിലിറങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പവറും സ്റ്റൈലൊക്കെ അങ്ങനെ കുതിച്ചു പോകുക.
അതുകൊണ്ട് വസ്ത്രധാരണ രീതി അതൊരു വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, മക്കന ധരിക്കുന്നവർ ബാക്കിയുള്ള ഭാഗങ്ങൾ മാറിലൂടെ തൂക്കിയിടണം എന്നൊരൊറ്റ ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് അൻസാരി പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങാൻ, തട്ടം ചെറുതായതുകൊണ്ട് അയൽപക്കത്തെ വീട്ടിലെ തട്ടം വാങ്ങിയിട്ട് ഏച്ചുകൂട്ടി തുന്നിയിട്ട് മാറിലേക്ക് തൂക്കിയിടുന്ന തരത്തിലുള്ള തട്ടം ധരിച്ചാ പുറത്തിറങ്ങിയത്. നല്ല വലുപ്പമുള്ള ഒരു തട്ടമായി കൊണ്ടു കൊടുത്ത എന്താ പറയുന്ന പെണ്ണുങ്ങൾ പറയാം, ഇത് മാമാന്റെ തട്ടം, എനിക്കെന്തിനത്, എന്തിനത്, ഞാൻ ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരൻ 2 കുട്ടികൾ അതിനുണ്ട്, അപ്പോഴും പറയാം ഞാൻ ചെറുപ്പക്കാരൻ, എനിക്കെന്തിനത്, ഷാള് മതി. അപ്പൊ നമ്മൾ അങ്ങനെ ആയിക്കോട്ടെ, എന്നാലും എന്റെ തൃപ്തി പോലെ, അല്ലാതെ തൃപ്തി എന്റെ പൊരുത്തം പോലെ അങ്ങനെ ആയിക്കോട്ടെ. നമ്മളതിനെ കൂടെ വല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, വസ്ത്രധാരണ ശൈലി ശരിയാകാത്തത് കൊണ്ടാണ് മിക്ക പ്രശ്നങ്ങളും നാട്ടിൽ ഉടലെടുക്കുന്നത്. പൂവാല പ്രശ്നങ്ങളും പ്രണയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ അതിന്റെ പിന്നിലാ വരുന്നത്. അച്ചടക്കത്തോടെയും ഒതുക്കത്തോടെയും നടന്ന ആരും ശല്യം ചെയ്ത് വശീകരിച്ചിട്ടോ പ്രണയിച്ചിട്ടോ ഇല്ല. അവരെ അദബും സലാഹിയത്തും തഖ്വയും കണ്ട് അവർക്ക് വഴിമാറിക്കൊടുത്തു. ആ രീതിയിലാണ് വളർത്തേണ്ടത്. അല്ലെങ്കിൽ കാരണക്കാരായ നമുക്കും ഇതേ വസ്ത്രം തരുമോ എന്ന് നമ്മൾ പേടിക്കണം. അതുകൊണ്ട് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ദീന് പഠിപ്പിച്ച പരിധിയുടെ ഉള്ളിൽ ഒതുങ്ങിയിട്ട്